ഇലക്ഷൻ കാലത്ത് പ്രചരണം എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാം നമ്മുടെ ഇപ്പൊ ദേശീയ നേതാക്കന്മാർ ഒന്നുകിൽ രാഹുൽ ഗാന്ധി വരണം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി വരണം. കാരണം മറ്റേതൊക്കെ കെ കരുണാകരനും എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ള യോഗങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ നേതാക്കളുടെ ഒരു അഭാവമാണ്. നേതാക്കളൊക്കെ ഉണ്ടായാലും മോശക്കാരൊന്നുമല്ല, എങ്കിലും പൊതുയോഗമൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതൊക്കെ ഒരു അഭാവത്തിൽ ഇപ്പോൾ മുളച്ചു കാണും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇന്നിപ്പോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് നമ്മളുടെ കൺമുമ്പിലുള്ള പല പ്രശ്നങ്ങളും, ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് നിരന്തര സമരം നടത്തി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, ലീഡർഷി കെ കരുണാകരന്റെ കാലത്തൊക്കെ ഒരു എന്തെല്ലാം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, എലക്ഷൻ എന്ന് പറയുമ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് അന്ന് മുന്നോട്ട് പോയി. എന്നാൽ ഇന്ന് അങ്ങനെയുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം ഞാൻ പറയാം. വ്യക്തമായി BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ധാരണയുണ്ട്. ഇന്നലെ പ്രകാശ് കാരാട്ട് പാർട്ടി കോൺഗ്രസിൽ വെക്കാൻ പോകുന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഒരു ചാനലിൽ വന്നു. അതിൽ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ന്യൂനപക്ഷ വർഗീയതയും നമുക്ക് എതിർക്കണം, ഭൂരിപക്ഷ വർഗീയതയെ മാത്രം എതിർത്താൽ പോരാ എന്ന് പറയുന്ന പാർട്ടിയാണ് 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയ പാർട്ടി, 2021 SDPയുടെ വോട്ട് വാങ്ങിയ പാർട്ടി. ഇന്ന് പറയുകയാണ് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ മാത്രമല്ല ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇനി ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് ഭൂരിപക്ഷത്തിന്റെ കൂടെ പോവാം. ആ അർത്ഥത്തിലേക്ക് CPM എത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ അജണ്ട. ഇന്നലെ P. ജയരാജന്റെ ഒരു പുസ്തകത്തിനെ കുറിച്ച് ചർച്ച നടന്നില്ല. അദ്ദേഹം പറഞ്ഞത് ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനില് പൗരത്വ ഭേദഗതിയെ കുറിച്ച് വാദോലാതെ പ്രസംഗിച്ചിരുന്ന പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയല്ല ന്യൂനപക്ഷ വർഗീയതയാണ് ഏറ്റവും ദോഷം എന്നാണ് പറയുന്നത്. അതിന്റെ കൂടെയാണ് ഷംസീറിന്റെ പ്രസ്താവന എന്താ, RSS ഇന്ത്യയിലെ പ്രധാന സംഘടനയാണ്. ഇന്നലെ വരെ ഗാന്ധിജിയെ കൊന്നവർ, ജനാധിപത്യ വിരുദ്ധർ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരാചാർന്നൊക്കെ വിളിച്ച അതേ RSSനെ ഇന്ന് പറയാൻ ഇന്ത്യയിലെ പ്രധാന സംഘടന. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷനിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ നേരിടേണ്ടി വരുന്നത് 2 പാർട്ടികളെയാണ്. ആ 2 പാർട്ടികൾ തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഒരു വലിയ പങ്ക് BJPയും കൊണ്ടുപോകുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. ഇപ്പോ എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ച്, കാരണം എല്ലാത്തിനും നമുക്ക് ആളുകളുണ്ടല്ലോ വിവരങ്ങൾ തോന്നിക്കുന്നത്, ലഭ്യമായ വിവരം അനുസരിച്ച് ചില സീറ്റുകളുടെ കാര്യത്തിലും ധാരണയിലെത്തിയിട്ടുണ്ട്. ഇന്ന സീറ്റിൽ നിങ്ങളാണ് വിജയിക്കാൻ സാധ്യത, നിങ്ങൾ ആ സീറ്റ് എടുത്ത്. നമുക്ക് പാലക്കാട് അസംബ്ലി കഴിയുമ്പോൾ അറിയാം വ്യക്തമായിട്ട് പിക്ചർ എന്താണ്. കാരണം പാലക്കാട് മത്സരം UDF BJP ആയിട്ടാണ്, അവിടെ LDF 3ാം സ്ഥാനത്താണ്. ആ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന LDF 2ാം സ്ഥാനത്ത് നിൽക്കുന്ന BJP എന്തുമാത്രം സഹായിക്കും എന്നുള്ളതിന്റെ ആ ഒരു ചിത്രം നമുക്ക് റിസൾട്ട് കഴിഞ്ഞാൽ കിട്ടും. എന്തായാലും UDF ജയിക്കുന്നതായിട്ട് സംശയമൊന്നുമില്ല. പാലക്കാട് ജയിക്കാൻ പോകുന്ന UDF ജയിക്കും. ചേലക്കര പിന്നെ അങ്ങനെ പറയാനായിട്ടില്ല, ഇപ്പൊ പറയാനായി. ഇത് കഴിച്ചാൽ അത് നഷ്ടപ്പെടുന്ന ആരും കരുതുമാണ്. ഇനിയിപ്പോ അതും കൂടെ എഴുതണം. അല്ലെങ്കിൽ പറയും പാലക്കാട് ജയിക്കും, ചേലക്കര തോറ്റുകയും എന്ന് പറയും. അതൊന്നുമല്ല, പാലക്കാട് ഉറപ്പായിട്ട് ജയിക്കും. ചേലക്കര കുറെ കാലമായിട്ട് നമ്മുടെ കയ്യിലില്ല, പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്, വിജയിക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.